കേരളത്തിലെ പ്രൈവറ്റ് ഹൈസ്കൂളുകളിലെ പ്രഥമാധ്യാപകരുടെ ഏക സംഘടനയാണ് KPSH. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രഥമാധ്യാപകർ സ്കൂളിൽ വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തേവലക്കര ഹൈസ്കൂളിൽ ഒരു കുട്ടി ആകസ്മികമായി അപകടമരണം സംഭവിച്ചു. അതിൽ ഞങ്ങൾക്കേറെ സങ്കടമുണ്ട്. അതിനോടനുബന്ധിച്ച് ആ സ്കൂളിലെ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. എല്ലാ ഉത്തരവാദിത്തങ്ങളും പ്രഥമാധ്യാപികയുടെ തലയിലാണ് ചാർത്തി കൊടുത്തത്. ഒരുപറ്റം അശ്രദ്ധകളുടെ ആകത്തുകയായിരുന്നു ആകസ്മികമായി സംഭവിച്ച ആ അപകടം. ഇലക്ട്രിസിറ്റി ബോർഡ്, സ്കൂളിന് വിദ്യാഭ്യാസം നൽകിയ പൊതുമരാമത്ത് വകുപ്പ്, അവിടെ കാലാകാലങ്ങളായിട്ട് പരിശോധന നടത്തിയ ഇതര ഏജൻസികൾ, ഇവരാരും തെറ്റുകാരാക്കാതെ പ്രഥമാധ്യാപകരെ മാത്രം ശിക്ഷിക്കുന്ന നടപടിയോട് സംഘടനയ്ക്ക് ശക്തമായ വിയോജിപ്പാണ് ഉള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെ വന്ന ഉത്തരവുകളിലൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് പറയുന്ന ഉത്തരവുകളിലെല്ലാം പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം സ്കൂളിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദി പ്രഥമാധ്യാപകരായിരിക്കണം. പ്രഥമാധ്യാപകർ ശരിക്കും അക്കാദമിക കാര്യങ്ങളുടെ ചുമതലക്കാരാണ്. ബിൽഡിങ്, സമീപ പ്രദേശങ്ങളിൽ നിൽക്കുന്ന മരം, അത് മുറിച്ചു മാറ്റൽ, ഇതൊക്കെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജറുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം. ഞങ്ങളുടെ ആവശ്യം ഇവയൊക്കെ സർക്കാരിന് ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞങ്ങളെ സംബന്ധിച്ച് നിസ്സഹായരാണ്. മാനേജ്മെൻറ്റിനെ വിവരം ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തം പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യമിരിക്കുന്നത്. അടുത്ത കാലത്ത് സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സോഷ്യൽ സർവീസ് സ്കീം. അതായത് കുട്ടികളിലെ സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പോൾ അത് സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അത് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾ കൂടി അത് ലഭിക്കണം എന്നുള്ളത് ഞങ്ങളുടെ മറ്റൊരു ആവശ്യമാണ്. കാരണം ഇവിടെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് കൂടുതൽ നേട്ടം ലഭിക്കുക, എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് അത്രയും നേട്ടം കിട്ടാതിരിക്കുക, ഇതെല്ലാം പൊതുസമൂഹത്തിൻ്റെ സമ്പത്താണ് കുട്ടികൾ. അവരെ എല്ലാവരെയും ഒരുപോലെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ആ മേഖലയിലും സർക്കാർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.